പഞ്ചായത്ത് ഭരണസമിതി, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോടൊപ്പമാണ്. പഞ്ചായത്തിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, ഇതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അവിടുത്തെ ആ റോഡുമായി ബന്ധപ്പെട്ട വിഷയം വരെയും ആ റോഡ് പഞ്ചായത്ത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള തീരുമാനങ്ങളായിരിക്കും ഇനിയുള്ള വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു ഉത്തരവ് വന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ തന്നെ അതെന്താണെന്നുള്ളത് പഠിക്കുകയും അത് ഭരണസമിതിയിൽ വെച്ച് തീരുമാനം എടുത്ത് നിങ്ങൾക്ക് എതിര് വരുന്ന ഒരു കാര്യങ്ങളും, നിങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെതിരെ വരുന്ന ഒരു കാര്യവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു കോപ്പി നാറ്റ് ഇൻഡസ്ട്രിയാണ് ഇതിന്റെ പെറ്റീഷൻ പരാതിക്കാരൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുക്കാനായിട്ട് ഇതിന്റെ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ അത് അവരോട് കൈമാറി കാണും. പക്ഷെ നമ്മളിവിടെ നിന്ന് ഫോളോ ചെയ്താലേ സെക്രട്ടറി അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ കേസ് ഉണ്ടല്ലോ, അതെന്താണെന്ന് ഫോളോ ചെയ്താലേ അവർ ഇങ്ങോട്ട് അറിയും. എന്നിട്ട് വക്കീലിന്റെ അടുത്ത് പറയാൻ കേസ് ഡിഫെൻഡ് ചെയ്യണം. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ട് അതിനുള്ള വിവരം റെക്കോർഡായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ്. അതിനുള്ള അവസരം അത് കോടതി സമർപ്പിക്കാൻ പറയാൻ പറയും. കേസ് കഴിഞ്ഞ ദിവസമാണ് വെച്ചത്. ഇത്ര അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യാൻ കാര്യം വെച്ചാൽ അവരുടെ പ്രഷറാണ്. അവർക്ക് 6-7 അഡ്വക്കേറ്റുമാരുണ്ട്, നമുക്കൊരു അഡ്വക്കേറ്റേ ഉള്ളൂ. പൈസയൊക്കെ പിരിച്ച് ഒരുപാട് പൈസയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ നന്നായി സഹായിക്കും. എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. പിന്നെ അല്ലാതെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, മാഡം നേരത്തെ ഉറപ്പ് വന്നിട്ടുണ്ട് ഇത് ഈ റോഡിന്റെ കാര്യത്തിലും മറ്റ് ഇനി വരുന്ന കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വരാതിരുന്നാൽ ഇത് മാഡത്തിന് ശ്രദ്ധ വരില്ല. വന്നത് നല്ലത്. അഡ്വക്കേറ്റിനെ ഇന്ന് തന്നെ വിളിച്ചതിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും. നിഷാദ് 3-ാം കക്ഷി, പഞ്ചായത്ത് 4-ാം കക്ഷി, സെക്രട്ടറി. അപ്പോൾ അങ്ങനെ അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വാദം ഞങ്ങൾ അവിടെ വക്കീലും ഞങ്ങൾക്കൊരു കേസ് വർക്ക് നേരത്തെ ഉള്ളൂ. ആ കേസ് പിന്നെ അതില്ലെങ്കിൽ ഈ 10 മീറ്റർ 8 മീറ്റർ റോഡ് അവർക്കില്ല, ഇവർക്ക് 3 മീറ്റർ റോഡ് ഉള്ളൂ എന്ന് ഇവർ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇവർക്ക് 10 മീറ്റർ റോഡുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ലൈസൻസിലെല്ലാം വാങ്ങി പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഈ കേസിനോടുകൂടി ആ കേസ് കൂടെ അറ്റാച്ച് ചെയ്തു വാദത്തിനെടുത്തു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം വാദം നടന്നു. കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ പിന്നെ ഏകദേശം നമ്മളെ കൂടെ പരിഗണിച്ചുള്ള ഒരു വാദമാണ് നമ്മുടെ കോടതി മത്സരത്തിൻ്റെ ഭാഗം ലജ്ജിയുടെ ഭാഗം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ അഭിപ്രായം കാര്യത്തിൽ അറിയപ്പെട്ട ഈ 3 മീറ്റർ റോഡ് അവർക്കും അനുവദിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതും കൂടെ കൂട്ടി അവർക്ക് 8 ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വട്ടികൾ പറഞ്ഞില്ല, അത് കൊടുത്തിട്ടില്ല. അത് പഞ്ചായത്ത് അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം എന്നാണ് അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസം പിന്നെ കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി 27 അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്ത് നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം, നമുക്ക് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ റോഡ് നമുക്ക് അന്നേ തന്നതാണ്. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കോടതി അറിയിക്കുകയും അവരുടെ ആ CSR ഫണ്ടിൻ്റെ കാര്യത്തിൽ കോടതി അത് അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതേ ഒരു നിലപാട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള റോഡാണ്, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് മാഡം അത് ഞങ്ങൾ പാറക്കോറി വിഷയവുമായി സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് സഹിതം ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിരുന്നു. പഞ്ചായത്തിൻ്റെ 3 മീറ്റർ റോഡ് ഒരു കാരണവശാലും പാറക്കോറിക്ക് വിട്ടുകൊടുക്കില്ല എന്നും പഞ്ചായത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് പിന്നെ ബഹുമാന്യായ പ്രസിഡന്റ് ഞങ്ങളെ അറിയിച്ചത്. ആ തീരുമാനം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഈ റോഡും കൂടെ ഇനി അവർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജീവിതം തന്നെ വഴിമുട്ടും. അതുകൊണ്ട് പഞ്ചായത്ത് നമുക്ക് അനുകൂലമായിട്ട്, ജനങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.